യാത്രാരംഭം ആദ്യം വയനാട്ടിലേക്കാണ്. വയനാട് പടമലയിൽ ബേലൂർ മക്കനയ്ക്ക് പിന്നാലെ കടുവയും. അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയ സ്ഥലത്തിന് തൊട്ടടുത്താണ് കടുവയെ കണ്ടത്. പള്ളിയിൽ പോയി വരികയായിരുന്ന വീട്ടമ്മയുടെ മുന്നിലേക്കാണ് കടുവ ചാടി വീണത്. വീട്ടമ്മ അനുഭവം ന്യൂസ് 18നോട് വിവരിച്ചു. എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. റോഡിലോട്ട് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അങ്ങേ വശത്തുനിന്ന് എന്തോ ഒരു ഒച്ച കേട്ടു, ഞെരിയുന്ന ഒരു ഒച്ച. ആദ്യം ഞാൻ ഓർത്തു ആനയായിരിക്കും. ആനയാണോ മാനാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു അലർന്ന ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഒന്നോടെ കരയണ കേട്ടപ്പോൾ എനിക്ക് തോന്നി ആനയാ. ഭയങ്കര എല്ലാം ഇളക്കി മറിച്ച് വരുന്ന പോലത്തെ ഒരു ഒച്ചയാണ് കേട്ടത്. വേഗം ഞാൻ മേലേക്ക് കയറി കഴിഞ്ഞ് ആ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചോണ്ടാണ് കയറുന്നത്. അവർ കേട്ടോ ഇല്ലോന്ന് എനിക്ക് അറിയില്ല. അന്നേരത്തേക്ക് അത് ഇങ്ങനെ ചാടി വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം സൈഡിലോട്ട് മാറി ആ വീട്ടിലെ ചേട്ടനോട് വിളിച്ചു എന്നെ ഒന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണുപോയി. പിന്നെ അവരാണ് എന്നെ പിടിച്ച് അങ്ങോട്ട് മേലോട്ട് കയറ്റിയത്. ഞാനങ്ങും അറിയുമല്ല ഇതെന്താ ഇങ്ങനെ പാസ് ചെയ്ത ഒറ്റ പോക്ക. കടുവയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. കടുവയെ കണ്ട് വീട്ടമ്മ ഓടുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്. വീട്ടമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. ഞാൻ മുറ്റത്ത് നിന്ന് മുറുക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഉണ്ട് ഈ ചേച്ചി ഇതിലെ കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി വരുന്നത്, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു. എന്ത് ചേച്ചി എന്നുകൊണ്ട് ഇറങ്ങി വരുമ്പോഴാണ് കടുവ തൊട്ട് പുറകെ, ഈ ചേച്ചിയുടെ പുറകെ പിടിച്ചില്ല എന്നുള്ളതാണ്. കൈ ഇങ്ങനെ വീശുന്നുണ്ട് കടുവ. അപ്പത്തേന് ഈ ചേച്ചി ഇടത്ത് ഭാഗത്തേക്ക് ചാടി ആ കാപ്പിക്കത്തില് കയറിയിട്ട് ഇപ്പുറത്ത് തിണ്ട കയറിയപ്പോഴേ കടുവ, ഞാൻ അലറി കിടന്നുണ്ട്. പോയപ്പോഴത്തേനും കടുവ എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ കയറി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിനെ ഓടിച്ച് തൊട്ട് പറമ്പിലേക്ക് കയറി പോയത്. എങ്ങനെ വലിയ വലിപ്പമുള്ള കടുവയാ. ഈ പൊക്കമുണ്ട്, ഒരു നല്ല നീളമുണ്ട്, ഭയങ്കര നീളമുണ്ട്. അതിന് വാലിന് ഈ നീളമുണ്ട്. രാത്രി പലവട്ടം കടുവയുടെ അലർച്ച കേട്ടതായും നാട്ടുകാർ പറയുന്നുണ്ട്. മുൻപും ഈ പ്രദേശത്ത് കടുവ സാന്നിധ്യം ഉണ്ടായിരുന്നതായും പ്രദേശവാസികൾ പ്രതികരിക്കുന്നു. വന്യമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങുന്ന ജനങ്ങളുടെ ജീവിതം ഇപ്പോൾ ദുഷ്കരമായിട്ടുണ്ട്. കൂടാതെ നിത്യജോലി ചെയ്യുന്നവർക്കും കൂലിപ്പണിയർക്കും തോട്ടം മേഖല ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാം. ബന്ധപ്പെട്ട അധികാരികൾ ആദ്യം പ്രഖ്യാപിക്കുന്നത് 154, പിന്നെ ജനജീവിതം സംഭവിച്ചല്ലോ. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അവർക്കെല്ലാ ജീവിത സാഹചര്യം ഗവൺമെന്റിൽ നിന്ന് കിട്ടും. ബന്ധപ്പെട്ട കർഷകർക്ക് ഒന്നുമില്ല. ആനഭീതിയിലിരിക്കുവായിരുന്നു, പുറത്തിറങ്ങാൻ പേടിയാ. വിറക് പറക്കാൻ പോലും ഞാൻ പറമ്പിലേക്ക് പോകുന്നില്ല. ഇങ്ങനത്തെ പൂടത്തുള്ളി എടുത്ത് കത്തിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന പറമ്പിൽ കയറി പോകരുതെന്നാ പറഞ്ഞേക്കുന്നത്. അത് കാരണം ഞാൻ പോക്കൂല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷയില്ല. ഇപ്പൊ ഈ നാട്ടില് യാതൊരു വിധത്തിലുള്ള സുരക്ഷയില്ല. ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ ഇവിടെ മിക്കവാറും ആൾക്കാർ പശു കർഷകരാണ്. രാവിലെ പാലളക്കാൻ പോകുന്നവരുണ്ട്, ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്? ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ജീവിക്കേണ്ട ആളുകൾക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളൊക്കെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പശു കറന്ന് ഈ ഉപജീവന മാർഗം കഴിയുന്നു ജീവിക്കണമല്ലോ. മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞാൽ സർക്കാരുകൾ എന്ത് ചെയ്യണം? അവർക്കെല്ലാം മാന്യമായ ശമ്പളം, ജീവിക്കാനുള്ള വേതനം കിട്ടുന്നുണ്ട്. ഇപ്പം ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവാതെ ഞങ്ങളെ തന്നെ ഭിന്നിപ്പിച്ച്, ഞങ്ങൾ കോൺഗ്രസ്സുകാര്, മാർക്സിസ്റ്റുകാര്, BJPക്കാരായിട്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചിട്ടാണ് ഇവർ ഭരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പിന്നെ ഇവര് ഈ ഭരണകൂടങ്ങളൊന്നുമല്ല. ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ. ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തൊരു മാർഗം കാണിച്ചു തരണ്ടേ? ആൾക്കാർ മുന്നോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണം. ഇതിപ്പോ ഫോറസ്റ്റുകാർ വരുന്നില്ല, പാർട്ടിക്കാർ വരുന്നുണ്ട്, അവരൊക്കെ പറ്റുന്ന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെ അനാശ? ഇത് നമുക്ക് ജീവിക്കേണ്ടത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ വനംവകുപ്പ് കാൽപ്പാടുകൾ പിന്തുടർന്ന് വനത്തിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ വനം വകുപ്പിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് കണ്ടത്. ഈ വനം വകുപ്പിലെ സ്റ്റാഫ് സ്വന്തം ജീവൻ പണയം വെച്ച് പോകുന്നതിന് ഒരു ഉദാഹരണം കണ്ടത്.
4 ഫോറസ്റ്റ് സ്റ്റാഫ് ഇവിടെ വന്ന് അതിനെ ഓടിക്കാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പോയ അവരുടെ കയ്യിൽ വെറും ഒരു ബോക്സ് ഗുണ്ട്. ഇവരുടെ ജീവൻ എന്ത് വിലയുള്ളത്? ഞങ്ങളുടെ ജീവൻ, ഞങ്ങൾ ഹോമിക്കപ്പെട്ടാണ് ഞങ്ങളുടെ ജീവൻ. ഇപ്പൊ ആ പോയ കടുവ തിരിച്ചങ്ങനെ വന്ന ഈ ഫോറസ്റ്റുകാർ എന്ത് ചെയ്യും? 4 പേരിൽ ഒരാളെ കൊണ്ട് കടുവ പോവും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർ നിർബന്ധിതരാവുകയാണ്. അതായത് ഇത്രയും ദുരവസ്ഥയിലും ജോലി ചെയ്യാനും നാടിനെ സംരക്ഷിക്കാനും അവർ നിർബന്ധിതരാവുക. ഇവരുടെ കയ്യിലുള്ള 2 പടക്കവും ഇവരുടെ കയ്യിലുള്ള ചെറിയൊരു കുറുവടിയും മാത്രമാണ് ഇവർക്ക് ആകപ്പാടുള്ളത്. ഒരു ആനയെ വന്നാലോ കടുവ വന്നാലോ തുരത്താനൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇതിനു വേണ്ടിയിട്ട് സജീവമായിട്ട് ഇറങ്ങാറുണ്ട്. പ്രത്യേകിച്ച് പിന്നെ വയലിലെ വിളകളൊക്കെ ആവുന്ന സമയത്ത് കാവൽ കിടന്നിട്ടാണ് നെല്ല് വരെ ഇവിടെ കൊയ്തെടുക്കുന്നത്. നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ പുരോഹിതർ പ്രതികരിക്കുന്നു. വാക്കുകളിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കുക, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇപ്പോ കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് പാതിരാ കുർബാന നേരത്തെ ആക്കുക എന്നുള്ളൊരു തീരുമാനം മാനന്തവാടി രൂപത എടുത്തിരുന്നു, വന്യമൃഗശല്യം കാരണം. ഇന്നിപ്പോ ഈ ചേച്ചി രാവിലെ വരുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയല്ലേ ഈ ഒരു സമയത്തൊക്കെ? വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പൊ നമ്മളിവിടെ ആദ്യം ബലി നടന്നുകൊണ്ടിരുന്ന 6:30-ക്കാണ്. അപ്പൊ ഈ ആനയുടെ പ്രശ്നം വന്ന പിന്നെ എല്ലാരും കൂടെ നമുക്ക് 6:45 എല്ലാരും ഒരു 6:00 വീട്ടിൽ നിന്ന് പോന്ന എന്നും പറഞ്ഞ് തീരുമാനം മാറ്റി ഇപ്പൊ 6:45 എന്നിട്ട് നേരം വെളുത്തു കഴിഞ്ഞിട്ട് ആ ചേച്ചി വന്ന് അപ്പോഴും വന്യമൃഗമാണ് എന്ന് വെച്ചാൽ ജനത്തിന് നമുക്ക് ഒരു ആരാധനാലയത്തിലും ധൈര്യത്തോടെ പോകാൻ പറ്റില്ലെന്ന് ചുരുക്കം. അപ്പൊ ഇനിയിപ്പൊ ഞാൻ ചിന്തിക്കൊരു 7 മണിക്കാക്കാം. എന്നാൽ ഈ ഒരു മൃഗം, ഈ മൃഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ 7 ഉച്ചയ്ക്ക് വെച്ചാലും ഈ ജനത്തിന് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. വലിയ വേദനയുണ്ട്. ഇവരൊക്കെ നിസ്സഹായരാണ്. ആരുടെ സപ്പോർട്ടാണ് ഈ ജനത്തിനുള്ളത്? നമുക്ക് എന്തായാലും പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ തുടരുകയാണ്. ഈ പടമല പള്ളിക്ക് മുൻവശത്തുള്ള ഈ കടുവയെ കണ്ടതിന്റെ തൊട്ട് താഴെ ഭാഗത്ത് വെച്ചാണ് അവിടെ ഉപരോധിച്ചുകൊണ്ട് വഴി തടഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. നമുക്ക് കാണാം ബസ് അടക്കമുള്ള വാഹനങ്ങൾ ഈ തീർച്ചയായും വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങളടക്കം പോകുന്നുണ്ട്. അനീഷ, അത്രമേൽ ഭയാനകമാണ് ഈ ദൃശ്യം. നമുക്ക് കണ്ടാൽ തന്നെ ഒരുപക്ഷെ ടെലിവിഷനിൽ കാണുമ്പോൾ തന്നെ ഭയാനകം. അപ്പോൾ ആ ചേച്ചിയൊക്കെ എത്രത്തോളം ഭയന്നിട്ടുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. ഓടി രക്ഷപ്പെട്ടു എന്നത് തന്നെ വലിയ ഭാഗ്യം. ഏത് തരത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം? തീർച്ചയായും അങ്ങേയറ്റം ഭീതിജനകമായ ഒരു കാഴ്ചയാണ്. കാരണം ആ ചേച്ചി, നമ്മളാണ് ആദ്യം ഇവിടെ എത്തുന്നത്. ചേച്ചി നമ്മളോട് പറയുമ്പോൾ അവരുടെ ശരീരമാസകലം വിറക്കുകയായിരുന്നു. അവർക്ക് വാക്കുകൾ പോലും പുറത്തു വരാൻ കഴിയാത്ത വിധം അവർ ഭയചകിതയായി. കാരണം ആദ്യ വലിയ അലർച്ചയാണ് വീടിന് സമീപത്തൊന്നും കേട്ടത്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് ഈ കടുവ വഴി കടന്നു പോകുന്നത്. അത് പടമല പള്ളിയിലെ CCTVയിൽ നമുക്ക് ലഭിക്കുകയും ചെയ്തു. നാട്ടുകാർ എന്തായാലും ഇവിടെ പ്രകടനം നടത്തിയ ശേഷം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നമുക്കൊപ്പം CP ജില്ലാ സെക്രട്ടറി ഉണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആനശല്യം മൂലം. ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു ഒരു ഭീകരൻ കടുവ ഈ വഴി കടന്ന് മുകളിലേക്ക് പോകുന്നത്. ഇപ്പോഴും കടുവ എവിടെ എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. ഇത് എങ്ങോട്ടാണ് ഈ യാത്ര? എന്താണ് ഇതിന്റെ ജനം ചെയ്യുന്നത്? അത്യന്തം ഭീതികരമായ അവസ്ഥയിലാണ് വയനാട് ജനതയുള്ളത്. എന്റെ നാടുകൂടിയാണിത്. എങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും? നേരം വെളുത്ത് രാത്രി ജീവിക്കാൻ വേണ്ടി പറ്റില്ല, രാവിലെ കഴിയുന്നില്ല, ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അജി മരിച്ചു, ആനയുടെ ചവിട്ടിയേറ്റ് മരിച്ചു. കേവലം ഒരു 250 മീറ്റർ മാത്രമേ അവിടെയുള്ളൂ. അവിടെയാണ് ഇന്നിപ്പോ കടുവ അതിരാവിലെ ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെ ജീവിക്കാൻ വേണ്ടി പറ്റും? അതുകൊണ്ട് വളരെ ശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം. വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെ പോയാൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതല്ല, നിയമം കയ്യിലെടുക്കേണ്ടി വരും. ജനങ്ങൾ തെറ്റു പറയാൻ വേണ്ടി കഴിയില്ല. നിയമം കൈക്കലെടുക്കലല്ല, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കും. ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇതിന് പരിഹാരമുണ്ടാക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ സ്വയം പ്രതിരോധത്തിലേക്ക് വരും. അതിന് ജനങ്ങളെ തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനം ജനങ്ങളാണ്. ഒപ്പം താങ്കളും ഉണ്ടാവും. ഉറപ്പാണ്, ഒരു സംശയമില്ല. ഞാൻ എപ്പോഴും രാഷ്ട്രീയ ഒരു ലീഡർ എന്നുള്ള നിലയിലെ കഴിഞ്ഞുപരിയായി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം കൃഷിക്കാരോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടാവും. കാരണം ബേസിക്കലായിട്ട് ഞാൻ കൃഷിക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വികാരം. അവരേതറ്റം വരെ പോകുന്ന ഏതറ്റം വരെയും ആ ഒപ്പം പോകും. ഇതാണ് കാരണം. രാഷ്ട്രീയത്തിനപ്പുറം ഈ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. രാവിലെ തന്നെ ആ ചേച്ചി അങ്ങേയറ്റം ഭയന്നാണ് ഞാൻ എന്റെ ഡിവിഷനിലാണ് അജീഷ് എന്ന വ്യക്തി മരിച്ചത്. നമുക്ക് ആ കുടുംബത്തിനാണ്
ആള് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും വലിയൊരു അപകടമായിരുന്നു ഇവിടെ നടക്കേണ്ടത്. പക്ഷെ തലനാടിഴക്കാണ് ലിസ്റ്റ് ചേച്ചി രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ നിൽക്കട്ടെ, നാട്ടിലേക്ക് ഇറങ്ങണം. നമ്മളെ പോലെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കണം. ഇപ്പൊ പള്ളിയിൽ പോകുന്ന സമയം, പാലളക്കുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് പറയുന്ന കൃഷിക്കാർ, ക്ഷീരകർഷകരാണ് അധികം ഉള്ളത്. രാവിലെ 5 മണിക്ക് എണീച്ച് പശുവിനെ കറക്കാൻ പോകുന്നു. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? അതായത് കഴിഞ്ഞ ദിവസം അജിയുടെ മരണത്തിൽ നിന്നും ഇപ്പോഴും ഈ മേഖല, താങ്കൾ ഈ മാനന്തവാടി നഗരസഭയിലെ കൗൺസിലറാണ്, കുറുവ ഡിവിഷന്റെ കൗൺസിലറാണ്. എന്റെ ഡിവിഷനിലാണ് ഈ സംഭവം നടന്നത്. ഇത് തൊട്ടടുത്ത് ഈ ഒരു വ്യത്യാസമാണ് ഡിവിഷൻ തമ്മിലുള്ളൂ. പക്ഷെ എങ്കിലും പിന്നെ ഭയങ്കര ഒരു ഭീതിയോടുകൂടിയാണ് ഞങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ്. 2 വർഷം മുമ്പ് ഞാൻ തന്നെ കാട്ടാനയുടെ മുമ്പിൽ പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്നും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും നമുക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പറമ്പി പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആന നേരെ വരുമായിരുന്നു. ഞാൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഞാൻ കുറെ ദിവസമായി. ഞങ്ങള് പള്ളിയിലേക്ക് കയറി വരുന്നത്, എന്റെ ചേട്ടനൊക്കെ വരുന്നു. ഞങ്ങൾ പള്ളിയിലേക്ക് കയറി ഇപ്പൊ വത്സ എന്ന് പറയുന്ന ഒരു ചേച്ചി ഭയങ്കര കടിച്ചില്ല. ഞാൻ ഇറങ്ങി വത്സ. അപ്പൊ ഇറങ്ങി വരുമ്പോ അവിടെ ആ ചേച്ചി ഇന്ന് കരയുന്നുണ്ട്. അപ്പൊ ഇറങ്ങി വന്നപ്പോ എല്ലാവരോടും പറഞ്ഞു പള്ളി കയറിക്കോ, ഇത് വരുന്നുണ്ടെന്ന്. ഒരു സുരക്ഷയില്ല. ഇപ്പൊ അയച്ചേട്ടന്റെ ആന ഇതാക്കുന്നു. ഇപ്പൊ പുലി വന്നു, ഒരു സുരക്ഷയില്ല. ഞങ്ങൾ ഈ പള്ളിയിലേക്ക് രാവിലെ വരുന്നവരാ. 6:30ക്കാണ് കുർബാന. ഇപ്പൊ ആന ഇറങ്ങിയതുകൊണ്ട് 15 മിനിറ്റ് മാറ്റി 6:45. അപ്പൊ ചേച്ചി അവിടുന്ന് 6:30ക്ക് വന്നപ്പോഴാണ് ഇവിടെ പുലി ഇറങ്ങുക. ഒരു 6:40 ആയപ്പോഴേതിലും ഞാൻ പള്ളിയിൽ ആൾക്കാരെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആ ചേച്ചി ഇങ്ങ് വരുന്നത്, അണ്ട് കരയുന്നത്. ഇത് ഞാൻ വേഗം ഇറങ്ങി ഇവിടെ വരെ വന്നു. അപ്പൊ ആ ചേച്ചി അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ചേച്ചി വീണു തോന്നുന്നു. ക്യാമറയില് കടുവ പതിഞ്ഞിട്ടുണ്ട്. ഈ ക്യാമറയിൽ കടുവ പതിഞ്ഞിട്ടുമുണ്ട്. എങ്ങനെയാണ്, ഒരു വലിയ ഭയമാണോ ഇപ്പം ആന കഴിഞ്ഞ? ഭയമുണ്ട്. ഇവിടെ ഇവിടെ ഈ ജനവാസ മുഴുവൻ ഭാഗം ജനവാസ. ഇവിടേക്ക് ആനയും ഇതൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രതിഷേധം. എത്ര ദിവസമായി സ്കൂളിൽ പോയിട്ട്? ഈ ആഴ്ച പോയിട്ടേ ഇല്ല. കഴിഞ്ഞ ആഴ്ച ഇത് പെരുന്നാളായിരുന്നു. അയച്ചേട്ടൻ പള്ളിയിൽ കഴിക്കാൻ ഇവിടെ കുറുക്കമൂല് അന്ന് പുലി ഇറങ്ങിയപ്പം അയച്ചേട്ടനാണ് ആദ്യം തന്നെ അവിടെ പോയി ഇതാക്കിയത്. അയച്ചേട്ടൻ നല്ലൊരു മനുഷ്യരായിരുന്നു. എപ്പോഴും പള്ളിയിൽ തന്നെ ഉണ്ടാവും. നല്ലൊരു മനുഷ്യൻ, എപ്പോഴും നല്ല ഭക്തനാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ വരുമ്പോ ആ ചേച്ചി അവിടെ നിന്ന് കരയുന്നുണ്ട്, പുലി അങ്ങോട്ട് കേറിയെന്നും പറയുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പോകണ്ടേ? ഇനിയും പോവില്ല. 9:00 സ്കൂൾ ബസ് വരും. ഇല്ല, ഇവര് ഈ പോലീസുകാർ അതെ കണ്ടോ രാവിലെ കടുവ വന്നപ്പോ? ഇല്ല, ഞാനിന്ന് പള്ളി തരാൻ വേണ്ടി ഇരുന്നായിരുന്നു. പക്ഷെ ഇന്ന് വന്നില്ല. രാവിലെ എങ്ങനെ പള്ളിയിൽ ഇനി വരും? അതെ, ഭയങ്കര പേടിയാണ് ഇപ്പൊ വയനാട്ടിലെ ജനങ്ങൾക്ക്. ഇതാണ് കുട്ടികൾ പറയുന്ന ഒരു കാര്യം. ഈ കുട്ടികൾ ഈ പള്ളിയിൽ ഈ സമയത്തുണ്ടായിരുന്ന കുട്ടിയാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. അവൻ ആണ് ഈ ചേച്ചിയുടെ ബഹളം കേട്ട് മുന്നോട്ട് നോക്കുമ്പോഴാണ് ഈ ചേച്ചി നിലവിളിച്ചുകൊണ്ട് വരുന്നത് കണ്ടത്. എന്തായാലും ഇവരടക്കമുള്ള ആളുകൾ സാധാരണഗതിയിൽ രാവിലെ പള്ളിയിൽ വരുന്നതാണ്. ആ പള്ളിയിലെ കുർബാന സമയം 6:30 നിന്നും 6:45 നീക്കി. എന്നിട്ടും ആ സമയം തികയാത്ത അവസ്ഥ, അല്ലെങ്കിൽ 7 മണി കഴിഞ്ഞിട്ടും. നമുക്കിപ്പം മറ്റൊരു കൗൺസിലർ കൂടെ ഉണ്ട്. ഈ കടുവ കടന്നുപോയത് രാവിലെ പള്ളിയിൽ പോയ ആളുകളാണ് കടുവയെ കണ്ടത്. നമ്മുടെ നാട് പൂർണ്ണമായും ഭീതിയിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം മരിച്ച ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ വേർപാട് ഞങ്ങളുടെ നാടിനെ ആകെ വേദനയിൽ ആഴ്ത്തിയ ഒരു സാഹചര്യത്തിൽ ഇന്ന് കടുവയുടെ പ്രശ്നം കൂടിയായപ്പോൾ എല്ലാവരും വളരെ ഭീതിജനകമാണ്. സാധാരണക്കാരന്റെ ജീവിതം തീർത്തും ദുസ്സഹമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടല്ല, ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടുത്തെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഒരു നഷ്ടപരിഹാരത്തെക്കാൾ ഉപരിയായി സാധാരണക്കാരന് ജീവിക്കാൻ ആവശ്യമായ നിയമ ഭേദഗതികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഫെൻസിങ്, കിടങ്ങുകൾ അങ്ങനെയുള്ള ഒരു ആവശ്യം നാളുകളായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഇന്നുവരെയും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വേണ്ടപ്പെട്ട ഭരണാധികാരികൾ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഈ പടമല കുന്നിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് വലിയ പ്രശ്നമാണ്. ഈ പള്ളിയുടെ സമയം, കുർബാന സമയം വരെ മാറ്റി.
ഇന്ന് രാവിലെ അച്ഛൻ പള്ളിയിലുള്ള സമയത്ത് ഇന്ന് രാവിലെ ആരാധന തുടങ്ങുമ്പോഴാണ് ഇവിടെ അയ്യോ കടുവ പുലി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. പുലിയുണ്ടേ ഓടിവായെന്നും പറഞ്ഞുള്ള ഒച്ച ചെയ്ത് പള്ളിയിൽ നിന്നുള്ള ആൾക്കാർ ഇറങ്ങി ഓടി. നേരത്തെ ഇത് കയറി പോയെന്ന് തോന്നുന്നു. അത് വലിയ അപകടമാണ്, ഭയാനകമാണ്. ഇവിടെയുള്ള ആർക്കും ധൈര്യപൂർവ്വം പകല് പോലും പുറത്തിറങ്ങത്തില്ല. ഇവിടെ കൊച്ചുമക്കളുണ്ടല്ലോ, അവരെ ഓർത്ത് കുഞ്ഞുങ്ങൾ റോഡിലിറങ്ങാതെ വീട്ടിൽ കുത്തിയിരിക്കുവോ? പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടേ, പിന്നെ ആരാധനാലയങ്ങളിൽ പോകണ്ടേ, പിന്നെ കടകളിലേക്ക് ആവശ്യങ്ങൾക്ക് പോകണ്ടേ, പിന്നെ കുടുംബങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവരും തന്നെ 99% പാലുകൊണ്ട് ഈ പശുവിനെ വളർത്തി ജീവിക്കുന്നവരാണ്. അവര് രാവിലെ 4-3:30 മുതൽ ഇങ്ങോട്ട് ഏറ്റ് പശുവിനെ കറന്ന് പാല് കൊടുക്കണം രാവിലെ. അങ്ങനെയാണ്. പിന്നെ അതുമല്ല, നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള പലരും പോയി പുല്ല് എത്തിക്കൊണ്ടെന്ന് പശുവിന് കൊടുത്ത് നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങനെ ഈ ജനം പുറത്തിറങ്ങുന്നത്? എന്നിട്ട് ഇവരുടെ വോട്ട് മേടിച്ച് അധികാരത്തിലേറിയവരും ഈ ജനം ഇതുപോലെ ഉണ്ടാക്കുന്ന കാശ് ടാക്സ് ആയിട്ട് മേടിച്ച് ശമ്പളം വാങ്ങുന്നവരും ഇതേ ജനത്തെ നശിപ്പിച്ചാലുള്ള അവസ്ഥ എന്നതാ. ഇവരെന്നാ ചെയ്യുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ആന വന്നപ്പോൾ വന്ന് വലിയ ഇതൊക്കെ പറഞ്ഞിട്ട് പോയി. അതല്ലാതെ ആനയെ ഇതുവരെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? എത്ര പേരെ കൊന്ന ആനയാ? ഇനി റേഡിയോ കോളറുള്ള ആന അപകടകാരിയാണെന്ന് ആർക്കും അറിയത്തില്ലാത്ത, എന്നിട്ട് ഇവരെന്താ ചെയ്തത്? അന്ന് ആ അജീഷിന് പറ്റിയത് ഈ ആന ഇങ്ങോട്ട് കടന്ന് 2-3 മണിക്കൂറുകളുണ്ടല്ലേ, 2-3 ദിവസങ്ങളായി ഈ ഭാഗത്തുണ്ട്. അന്ന് ഈ അധികാരികൾക്ക് വെറുതെ ഒരു മൈക്ക് കെട്ടിവെച്ചിട്ട് ഈ അപകടകാരിയായ ആന ഇവിടെ ഉണ്ട്, ആരും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആരെങ്കിലും ഇറങ്ങുകയല്ല. ജീവൻ പോയ ഇവർക്കൊരു ആഘോഷമാണ്. ഇപ്പൊ അതാ കാണുന്നത്. എന്നിട്ട് അതിനെതിരെ പ്രതിഷേധിച്ച ഉടനെ കേസായി, അതായി ഇതായി. ആര് പ്രതിഷേധിച്ചാൽ അവർ നോട്ടപ്പുള്ളികളാണല്ലോ. ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നത്? ഇവിടെ ജീവിക്കാൻ പറ്റും. അവിടെ ഇവിടെ ഒക്കെ ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഫോറസ്റ്റിലേക്ക് ആരും കയറണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മൃഗങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഇനി ഫോറസ്റ്റിൽ മൃഗങ്ങൾ നിൽക്കണമെങ്കിൽ ആദ്യം അമിതമായി പെരുങ്ങുന്നതിനെ കൊന്നേ പറ്റുള്ളൂ. ഇനി അതല്ല, കാട്ടിൽ എന്ത് തീറ്റയുള്ള? കാട് നശിപ്പിക്കുന്ന ഈ കർഷകരാണോ? കാട്ടിൽ അക്കേഷ്യ വെച്ചത് ഈ കർഷകരാണോ? കാട്ടിൽ തേക്ക് വെച്ചത് ഈ കർഷകരാണോ? കാട്ടിൽ യൂക്കാലിപ്സ് വെച്ച ഈ കർഷകരാണോ? ഇതൊന്നും സ്വാഭാവിക വനത്തിൽപ്പെട്ട മരങ്ങളെ അല്ല. സ്വാഭാവിക വനത്തിൽ മാത്രമേ മൃഗങ്ങൾക്ക് തിന്നാൻ ഭക്ഷണം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കൃത്രിമമായിട്ട് വെച്ച് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് ലാഭം നോക്കി വെക്കുന്ന തേക്ക് അല്ലെങ്കിൽ ഈട്ടി, അക്കേഷ്യ, യൂക്കാലി ഇതൊന്നും മൃഗങ്ങൾക്ക് ഭക്ഷണയോഗ്യമല്ല, സ്വാഭാവിക വനമല്ല. ഇതൊന്നും ഇല്ല. പിന്നെ അവിടെ വെള്ളമില്ലെങ്കിൽ കുള കൊത്തി കൊടുക്കണം. എന്താ പ്രശ്നം? ഇതിനെല്ലാം ഫണ്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ജനത്തിന്റെ ഇടയ്ക്കോട്ട് അല്ലല്ലോ വരേണ്ടത്. ജനം ആരെങ്കിലും കാട്ടിലേക്ക് വെള്ളം കുടിക്കാൻ കയറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ പൊക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ കാട്ടില് ഇതിനുള്ള തീറ്റ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ വനപാലകർക്കും അധികാരികൾക്കും ഉള്ളതാണ്. അല്ലാതെ ജനത്തിന്റെ ഇടയ്ക്കായിട്ട് അവര് ചക്ക ഉണ്ടാക്കുന്ന മാങ്ങ അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. ജനങ്ങളാണ് ഈ പ്രശ്നക്കാരെന്ന് നാഴിക്ക് 40 വട്ടം വല്ല അറേഞ്ച്ഡായി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വേറെ വലിയ ലോബിയുടെ, ഇതിന് പിന്നെ ലോബികളൊന്നും ആർക്കും അറിയത്തില്ലാത്ത, ഇത് മുഴുവൻ വനമാക്കി മാറ്റാൻ ലോബികളുണ്ട്. അതിനിപ്പോൾ അധികാരികളൊക്കെ കൂട്ടുനിൽക്കും. പക്ഷെ ജനത്തിനു വേണ്ടി ഭരിക്കേണ്ടവർ ജനത്തിനു വേണ്ടി. ഇപ്പൊ എന്തായാലും ഇഷ്ടപ്പെടാത്ത പറഞ്ഞ ഉടനെ നോട്ടുപുള്ളികളാവും. അവർക്ക് പിന്നെ എവിടെയെങ്കിലും കിട്ടി അവരെ കുഴിച്ചുവേലം കിടും. അപ്പൊ ഇതുകൊണ്ട് ജനം എല്ലാ രീതിയിലും ഭയന്ന് കഴിയുക. ശരിക്കും മൃഗങ്ങളെ ഭയക്കുന്നതിനേക്കാളും പലപ്പോഴും ജനം അധികാരികളെ ഭയക്കുന്നുണ്ട്. അവിടെ മനുഷ്യപ്പറ്റെന്ന് പറഞ്ഞൊരു സംഭവം വേണ്ടേ? ഒരു പ്രാകൃത നിയമത്തിലേക്കും പ്രാകൃത ശൈലിയിലേക്കും പോയി കഴിയുമ്പോൾ നമ്മൾ ആരെയും ആശ്രയിക്കുന്നത്? ഇവിടെ ഒരു ജനത്തിന് അത്യാവശ്യമെന്ന് നമ്മളൊരു മറ്റു പ്രശ്നം ഉടനെ പോലീസ് സഹോദരങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ വനത്തിലുമായിട്ട് ബന്ധം അവരുടെ അടുത്തേക്ക് ഇല്ലും. അവർ കൈ മലർത്തിയ പിന്നെ ജനം എന്താ ചെയ്യേണ്ടത്? അവരാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്, അല്ലാതെ വെറുതെ അല്ല. എന്തായാലും വലിയ പ്രതിഷേധം, രോഷം അണപൊട്ടി ഒഴുകുന്ന സാഹചര്യം. കാരണം നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു ദുരന്തം നടന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ആ ദുരന്തത്തിന് കാരണക്കാരനായ ആനയെ തെരഞ്ഞുള്ള ദൗത്യം ഇനിയും എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ഓരോ ദിവസവും രാവിലെ തെരച്ചിൽ ആരംഭിച്ചു എന്ന് പറയുമ്പോഴും ആനയെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, ആനയെ മയക്കോട് വെച്ച് പിടികൂടി കാട്ടിലേക്ക് അയക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജനങ്ങളിൽ ഭീതി വിതച്ചുകൊണ്ട് ഒരു കടുവ എത്തിയിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് ലിസി എന്ന വീട്ടമ്മ ഈ കടുവയുടെ ഒരുപക്ഷെ ഉണ്ടാവാൻ ഇടയുണ്ടായിരുന്ന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ വീട്ടമ്മയെ താണ്ടി ഈ കുന്നിൻ ചെരുവിലേക്ക് കടുവ പോയിരിക്കുകയാണ്. കുന്നിന്റെ മുകൾ ഭാഗത്തു നിന്നും മറ്റൊരു വശത്തേക്ക് പോയി എന്ന് മറ്റൊരു കോളനിയിൽ നിന്നുള്ള ആളുകൾ വിവരം നൽകിയിട്ടുണ്ട്. എന്തായാലും വനപാലകർ ഇപ്പോഴും കാട്ടിനുള്ളിൽ കടുവയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നു. പോലീസ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. നേരത്തെ ഈ നാട്ടുകാർ രോഷാകുലരായി പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷം
ഈ റോഡ് ഉപരോധിച്ചാണ് അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടിരിക്കുന്നു. വൻ പോലീസ് സന്നാഹവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകവും വേദന ഉളവാക്കുന്ന രീതിയിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വയനാട്ടിലെ ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടാനയ്ക്ക് പിന്നാലെ കടുവയുടെ സാന്നിധ്യം കൂടിയായതോടെ കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ. CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നു. കടുവ റോഡിനു കുറുകെ പായുന്നത് കാണാം. ആ കടുവയിൽ നിന്നാണ് തലനാരിഴയ്ക്ക് ആ പ്രദേശത്തെ ഒരു ചേച്ചി, വത്സ എന്ന് നേരത്തെ പറഞ്ഞു, രക്ഷപ്പെട്ടത്. പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ വലിയ ശബ്ദവും അലർച്ചയും കേട്ടത്. അങ്ങനെ തിരിഞ്ഞോടുകയായിരുന്നു. സ്വാഭാവികമായും ഒരു ശബ്ദം കേൾക്കുമ്പോൾ എവിടെയാണ് ഈ പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം എന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അത്ഭുതകരമായ രക്ഷപ്പെടൽ. വയനാട്ടിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെയുണ്ട്. വരും വാർത്തകളിലും ഏറ്റവും പുതിയ വിവരങ്ങളുമായി അവർ ചേരും.